മോഡ്യൂൾ 2-ൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത് DFA സ്റ്റേറ്റ് മിനിമൈസേഷൻ. ഇതിൽ നമ്മൾ നോക്കുന്നത് ഈക്വി ബാലൻസ് മെത്തേഡാണ്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുമ്പോഴത്തേനും ആദ്യമേ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് അൺറീച്ചബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്സിനെ എല്ലാം എലിമിനേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ട്രാൻസിഷൻ ടേബിൾ വഴിച്ച് ഈക്വി ബാലൻസ് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. ഈക്വി ബാലൻസ് കണ്ടുപിടിക്കുമ്പം 0, 1, 2 ഈക്വി ബാലൻസ് ഒക്കെ കാണും. 2-ലെല്ലാം നിൽക്കുന്ന N ഈക്വി ബാലൻസസ് വരെ കാണും. അത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനനുസരിച്ചാണ് നമ്മളുടെ DFAനെ ഒന്ന് ചുരുക്കുന്നത്. ഈക്വി ബാലൻസ് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പം എനിക്കൊരു സ്റ്റേറ്റ് P, Q ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഈക്വി ബാലൻറ്റ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഉള്ള ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ഇൻപുട്ട് സിമ്പിൾ അല്ലെങ്കിൽ ഒരേ ഇൻപുട്ട് സിമ്പിൾ കൊടുക്കുമ്പോഴത്തേനും അവർ ഫൈനൽ സ്റ്റേറ്റിൽ പോകുകയോ പോവാതിരിക്കുകയോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ പോവാതിരിക്കുകയോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഈക്വി ബാലൻറ്റ്. ഇത് കുറച്ചുകൂടി വൃത്തിക്ക് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു തരാം. ഈക്വി ബാലൻറ്റ് സ്റ്റേറ്റിനെ നമുക്ക് ഒന്നായിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റും. All right, let us look into a question. The first question for the minimization of DFA. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺറീച്ചബിൾ സ്റ്റേറ്റ്സിനെ റിമൂവ് ചെയ്യണം. അൺറീച്ചബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഒരു സ്റ്റേറ്റ് ഇങ്ങനെ കിടക്കുകയാണ്, ഇതിൻ്റെ ഇങ്ങോട്ട് ആരോ ഇല്ല, ഔട്ട് ഗോയിങ് ആരോസ് മാത്രമുള്ളതിനെയാണ് അൺറീച്ചബിൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നത്. ഇവിടെ ഔട്ട് ഗോയിങ് ആരോസ് മാത്രമുള്ള ഏതെങ്കിലും സ്റ്റേറ്റ്സ് ഉണ്ടോ? നോ, ദർ ആർ നോ സച്ച് സ്റ്റേറ്റ്സ് ലൈക്ക് ദാറ്റ്. സോ അതുകൊണ്ട് തന്നെ അത് അൺറീച്ചബിൾ അല്ല, അൺറീച്ചബിൾ ആയിട്ടുള്ള ഒന്നും ഇല്ല. സെക്കൻഡ് വൺ, ഡ്രോ ദ ട്രാൻസിഷൻ ടേബിൾ. So let's draw the transition table. We are having states, input alphabets. നമുക്കുള്ള സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് Q0, Q1, Q2, Q3, Q4. Q4 എന്ന് പറയുന്നത് സ്റ്റാറും Q0 എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റാർട്ട് സ്റ്റേറ്റ്. റൈറ്റ്, അടുത്ത നമുക്ക് നോക്കാം. AB ഓരോന്നിൻ്റെ ട്രാൻസിഷൻ നോക്കി എഴുതി വെക്കുക. അങ്ങനെയാണ് നമ്മൾ ട്രാൻസിഷൻ ടേബിൾ വരയ്ക്കുന്നത്. Q1, Q2, Q1, Q3, Q1, Q2. ഓക്കെ, നമ്മളങ്ങനെ ഒരു ട്രാൻസിഷൻ ടേബിൾ വരച്ചു. തേർഡ് സ്റ്റെപ്പ്, ഈക്വി ബാലൻസ്. ആദ്യമേ നമ്മൾ ചെയ്യുന്നത് 0 ഈക്വി ബാലൻസ് ഏതാണ് ചെയ്യുന്നത്? 0 ഈക്വി ബാലൻസ് വളരെ എളുപ്പമാണ്. ഈ ഫൈനൽ സ്റ്റേറ്റിനെല്ലാം കൂടെ ഒരു പാട്ടയ്ക്കകത്താക്കുക, ഫൈനൽ സ്റ്റേറ്റ് എല്ലാത്തിനും കൂടെ ഒരു പാട്ടയ്ക്കകത്താക്കുക. അപ്പോൾ Q0, Q1, Q2, Q3 ഒരു പാട്ടിലാക്കുക. ഇതൊരു സെപ്പറേറ്റ് ബോക്സിലോട്ടാക്കുക. ബോക്സ് എന്നല്ല, ആക്ച്വലി അതൊരു കേളി ബ്രാക്കറ്റോ അങ്ങനെ എന്ന് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. നെക്സ്റ്റ് 1 ഈക്വി ബാലൻസ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. 1 ഈക്വി ബാലൻസ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വേണ്ട ഒരാളുടെ ഹെൽപ്പ് എന്ന് പറയുന്നത് ട്രാൻസിഷൻ ടേബിളാണ്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. Q0നെ നോക്കാം. Q0 നമ്മൾ എടുക്കുവാണ്. ഓക്കെ, Q0ൻ്റെ സ്റ്റേറ്റ്സ്, അതായത് ഇൻപുട്ട് ആൽഫബറ്റ് കൊടുക്കുമ്പം ഉള്ള സ്റ്റേറ്റ്സ് നോക്കുക. Q1, അതായത് A കൊടുത്തു കഴിഞ്ഞാൽ Q1 ആണ്. Q1 ഈ Q0 ഉള്ള അതേ സ്റ്റേറ്റിലാണോ നോക്കുക? യെസ്. അപ്പം ഓക്കെ, ഇനി Q0നെ അടുത്തത് നോക്കുക, B ആയിട്ട്. Q2 ആണ്. Q2ഉം Q0യും സെയിം സ്റ്റേറ്റിനകത്ത്, സെയിം ബോക്സിനകത്താണോ കിടക്കുന്നത്? സെയിം സെറ്റിലാണോ കിടക്കുന്നത്? അതെ. സോ Q0 നമ്മൾ താഴോട്ടെടുത്ത് എഴുതി. ഇതുപോലെ തന്നെ Q1 നോക്കിക്കേ. Q1 A കൊടുക്കുമ്പോഴത്തേനും Q1 തന്നെയാണ്, അപ്പോൾ ഒരേ സ്റ്റേറ്റിൽ തന്നെയാണ്, ഒരേ സെറ്റിൽ തന്നെയാണ് കിടക്കുന്നത്. Q1ന് B കൊടുക്കുമ്പോഴത്തേനും Q3 ആണ്. Q3യും അതേ സെറ്റിൽ തന്നെയാണ് കിടക്കുന്നത്. സോ താഴോട്ടെടുത്ത് എഴുതുക. അടുത്തത് Q2. Q1 ആണ് നമുക്ക് A കൊടുക്കുമ്പോൾ വരുന്നത്. അഗൈൻ സെയിം സെറ്റാണ്, എടുത്തെഴുതുക. Q2ന് B കൊടുക്കുമ്പം Q2 ആണ് വരുന്നത്, സെയിം സെറ്റിൽ തന്നെയാണ്. Q3 നോക്കുക, ഇവിടുത്തെ സെറ്റിൻ്റെ അവസാനം. Q3യിൽ A വന്നു കഴിഞ്ഞാൽ Q1ലോട്ട് തന്നെയാണ് വരുന്നത്, അത് കുഴപ്പമില്ല. എന്നാൽ Q3യിൽ B വന്ന് Q4ലോട്ടാണ് വരുന്നത്. അത് ഈ സെറ്റിലുള്ളതാണോ? അല്ല. സോ നമ്മൾ ഇത്രയും കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സെറ്റ് ക്ലോസ് ചെയ്യുവാണ്. വി ആർ കീപ്പിംഗ് Q3 ആസ് ഡിഫറെൻറ്റ്. ഈ ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്നതിനെ പിന്നെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അടുത്തത് 2 ഈക്വി ബാലൻസ് ആണ് നമ്മൾ നോക്കുന്നത്.
2 ഈക്വിവാലൻസ് നോക്കുമ്പോഴത്തേനും എഗെയിൻ Q0 വെച്ച് തുടങ്ങാം. ഓക്കെ, Q0 എന്ന് പറയുന്നത് A കൊടുത്താൽ Q1 തരും. ഇത് ഈ സെറ്റിനകത്തുള്ളതാണ്. അപ്പോൾ ഈ സെറ്റിൻ്റെ കാര്യം കഴിഞ്ഞു, ഇതിന് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഈ സെറ്റാണ് നോക്കേണ്ടത്. ഓക്കെ, Q0യിൽ A വന്നാൽ Q1 ആണ്, അത് ഈ സെറ്റിലില്ലേ? ഉണ്ട്. Q0യിൽ B വന്നു കഴിഞ്ഞാൽ Q2, അത് ഈ സെറ്റിലില്ലേ? ഉണ്ട്. സോ എടുത്തെഴുതുക. Q1ൽ A വന്നു കഴിഞ്ഞാൽ ഈ സെറ്റിലില്ലേ? ഉണ്ട്. Q1 ഉണ്ട്. Q1ൽ B വന്നു കഴിഞ്ഞാൽ Q3 ആണുള്ളത്, അത് ഈ സെറ്റിലുണ്ടോ? ഇല്ല. സോ മേക്ക് എ സെപ്പറേറ്റ് സെറ്റ്. ഇനി അടുത്ത് Q2ൻ്റെ കാര്യമാണ് നോക്കുന്നത്. നമുക്ക് Q0നെ Q2 വെച്ച് നോക്കണം, Q1നെ Q2 വെച്ച് നോക്കണം, ഏത് സെറ്റിലാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് അറിയാനായിട്ട്. Q2വിൽ A വന്നു കഴിഞ്ഞാൽ Q1 ആണ് വരുന്നത്, അത് ഈ സെറ്റിലുള്ളതാണ്. Q2വിൽ B വന്നു കഴിഞ്ഞാൽ Q2 ആണ് വരുന്നത്, ഈ സെറ്റിലുള്ളതാണ്. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ഗെറ്റ് പ്ലേസ്ഡ് വിത്ത് Q0. കാരണം Q0യും Q2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, സെയിം സെറ്റ്സ് ആണ് റിട്രീവ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, രണ്ടും കൂടെ ഒരേ ഇൻപുട്ട് സിമ്പിൾ കൊടുക്കുമ്പം ഒരേ സ്റ്റേറ്റിലോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അത് ഈക്വിവാലൻസിൻ്റെ ഒരു കണ്ടീഷനാണെന്നുള്ളത്, റൈറ്റ്? അപ്പം Q1 ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ആണ്, Q3 ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ആണ്, Q4 ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ആണ്. ഇതിനെ നമുക്ക് ഇനി ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് നോക്കാം. ഇല്ല, കാരണം വെച്ചാൽ രണ്ടും ഒരേ സ്റ്റേറ്റിനെ തന്നെയാണ് പോയിന്റ് ചെയ്യുന്നത്, നമുക്കിനി ഡിവൈഡ് ചെയ്തിട്ട് കാര്യമില്ല. സോ ദ ഫോർത്ത് സ്റ്റെപ്പ് ഇസ് ഡ്രോ ദ ഡയഗ്രാം. ഈക്വിവാലൻസ് നമ്മൾ കണ്ടുപിടിച്ച് ഇനി ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്താൽ മാത്രം മതി. Q0 Q2 നമ്മളൊരു സിംഗിൾ സ്റ്റേറ്റ് ആയിട്ട് എടുത്തു ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഈക്വിവാലൻസ്. ഈ ഒരു ഇതിൽ Q1 Q3 ആൻഡ് Q4 എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റും കൂടിയാണ്. So I hope so I represented all the transitions. So അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. Let us look into the next question. So ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിമൂവ് എനി അൺറീച്ചബിൾ സ്റ്റേറ്റ്സ്. ഇതിലെ അൺറീച്ചബിൾ സ്റ്റേറ്റ് എന്തെങ്കിലും ഉണ്ടോ? Q3 ഒരു അൺറീച്ചബിൾ സ്റ്റേറ്റാണ് അല്ലേ, കാരണം ഇതിന് ഇൻപുട്ടൊന്നുമില്ല, എല്ലാ ഔട്ട്പുട്ടാണ്. അപ്പം അതിനെ നമ്മൾ അഗൈൻ റിമൂവ് ചെയ്ത് വീണ്ടും നമ്മൾ റീഡ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു ബി മിസ്സിംഗ് ആണ്. Next, what is the step 2? Draw the transition table. States, input alphabets, Q0 Q1 Q2 Q1 Q0 Q2 Q1 Q1 Q2. The third step, equivalence. സീറോ ഈക്വിവാലൻസ് എങ്ങനെ എഴുതുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ നോൺ ഫൈനൽ സ്റ്റേറ്റിനെ ഒന്നായിട്ടും ഫൈനൽ സ്റ്റേറ്റിനെ ഒന്നായിട്ടുമാണ് നമ്മൾ എഴുതുന്നത്. ലെറ്റ് us check the one equivalence. Q0 നമുക്ക് അതുപോലെ എഴുതേണ്ടി വരും ബിക്കോസ് ഇൻഡിവിജ്വലായിട്ട് കിടക്കുകയാണ്. Q1 എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾ നോക്കിയേ, Q1ന് ഇവിടെ നോക്കാം. Q1ന് A കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? Q2 ആണ് കിട്ടുന്നത്, ആൻഡ് ഇറ്റ്സ് ഇൻ ദ സെയിം സെറ്റ്. Q1ന് B കൊടുക്കുമ്പോൾ Q1 ആണ് കിട്ടുന്നത്, ഇറ്റ്സ് ഇൻ ദ സെയിം സെറ്റ്. അതുകൊണ്ട് Q1നെ എടുത്തെഴുതുക. Q2 A വരുമ്പം Q1, B വരുമ്പോൾ Q2 ആണ്. ഇറ്റ്സ് അഗെയിൻ ഫോളോയിങ് ഇൻ ദ സെയിം സെറ്റ്. അപ്പോൾ ഇതിനെ ഇനി ഫർദർ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. So our final diagram will be
Q1, Q2, that's a final state A, B. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു പോകുന്നൊരു ടോപ്പിക്കാണ് അൾട്ടിമേറ്റ് പീരിയോഡിസിറ്റി. അൾട്ടിമേറ്റ് പീരിയോഡിസിറ്റി എന്ന് പറയുമ്പോഴത്തേനും ഇഫ് a subset X of n, it's ultimately periodic if there exists n0 which is greater than or equal to 0, p greater than or equal to 1 in such a way that നമുക്ക് ആ ഒരു സെറ്റിൻ്റെ ലെങ്ത്തിനെ ഏതെങ്കിലും രീതിക്ക് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു സെറ്റിൻ്റെ ലെങ്ത്ത് തമ്മിൽ നമുക്കൊരു കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ അൾട്ടിമേറ്റ് പീരിയോഡിസിറ്റി അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി പീരിയോഡിക് എന്ന് നമുക്കിതിനെ വിളിക്കാനായിട്ട് പറ്റും. സോ ഇവിടെ ഈ പി എന്ന് പറയുന്നത് പീരിയഡ് ഓഫ് എസ്സിനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇത് പമ്പിംഗ് ലെമ്മയായിട്ട് അസോസിയേറ്റ് ചെയ്താണ് വരുന്നത്. ഇപ്പം നമുക്കിപ്പം ഒരു സ്ട്രിങ് ഉണ്ടെന്ന് വിചാരിക്കുക. നമുക്കിപ്പോൾ ഒരു സ്ട്രിങ് W ഉണ്ട്. ഈ ഒരു Wനെ നമ്മൾ പമ്പിംഗ് ലെമ്മയിൽ XYZ ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അസ്യൂം ദാറ്റ് ദ ലെങ്ത് ഓഫ് X is A, the length of Y is B and the length of Z is C, right? As per പമ്പിംഗ് ലെമ്മ നമുക്കറിയാം ഈ y raised to t ആണ്. സോ ടിക്ക് എന്ത് പവർ വേണോ പോസിബിൾ ആണ്, 0, 1, 2 എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പോകാം. സോ ലെറ്റ് us assume ദാറ്റ് ലൈക്ക് ഈ ഒരു സംഭവത്തിന് XZ എന്ന് പറഞ്ഞ് നമുക്കൊരു വേരിയബിൾ ഉണ്ട്, XYZ ഉണ്ട്, XY² ഉണ്ട്, XY³ Z ഉണ്ട് എന്ന് പറഞ്ഞെടുത്ത് പൊയ്ക്കൊണ്ടിരിക്കാന്നിരിക്കും. ഇഫ് യു ആർ ടേക്കിംഗ് ദ ലെങ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി A plus C, A plus B plus C, A plus 2B plus C, A plus 3B plus C, എക്സെട്ര. ഇതെങ്ങനെ ഇത് വന്നെന്നുള്ളത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡബ്ല്യൂവിൽ നമ്മൾ ആ ടിയുടെ ഓരോ പവറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ദീസ് ആർ ദി ലെങ്ത്സ്. ഇപ്പോൾ ലെങ്ത്ത് എക്സിൻ്റെ ലെങ്ത്ത് പ്ലസ് ഇസഡിൻ്റെ ലെങ്ത്ത്, ഇത് കൺകാറ്റിനേഷൻ ആണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ ലെങ്ത്ത് ആഡ് ചെയ്യാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ സോ ഇങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓരോ എലിമെൻറ്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബി. ഈ ഒരു ബീനെയാണ് ആക്ച്വലി നമ്മൾ ഇവിടെ ഈ ഒരു കേസിൽ പീരിയഡായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഈ ഒരു സംഭവം ഇനീഷ്യൽ വണ്ണിനെ N0 എന്നും നമ്മൾ മെൻഷൻ ചെയ്യും. സോ അൾട്ടിമേറ്റ്ലി പീരിയോഡിക് എന്ന് പറയുമ്പോഴത്തേന് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇവർ തമ്മിലൊരു റിലേഷൻ വേണം, ഒരു ബി വേണം, ഒരു ഡിഫറൻസ് വേണം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ L is equal to AN². L is equal to AN² എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു എന്നിന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് വാല്യൂ. സോ ലെറ്റ് us ടേക്ക് N's വാല്യൂ 0, 1, 2, 3 എക്സെട്ര. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എല്ലിൻ്റെ വാല്യൂ എന്തൊക്കെയായിരിക്കും? A raised to 0, A raised to 1, A raised to 4, A raised to 9 എക്സെട്ര. ഇത് പൊക്കോണ്ടിരിക്കും. സോ വെൻ വി ആർ ടേക്കിംഗ് ദ ലെങ്ത് എങ്ങനെയാണ് വരുന്നത്? 0, 1, 4, 9, 16 എന്നാണ് ഇത് പൊക്കോണ്ടിരിക്കുന്നത്. ആർ ദർ എനി കോമൺ ടേംസ് ദാറ്റ് വി ക്യാൻ ടേക്ക്? എന്തെങ്കിലും ഒരു കോമൺ ഡിഫറൻസ് എടുക്കാനായിട്ട് പറ്റുമോ? ഇവരുടെ ഡിഫറൻസ് 1 ആണ്, ഡിഫറൻസ് 3 ആണ്, ഒരു ഡിഫറൻസ് അടുത്ത 5 ആണ്. So there is no common difference that we can take. Hence there is no periodicity in the length set. ഈ ഒരു സെറ്റിൽ പീരിയോഡിസിറ്റി ഇല്ല അക്കോർഡിംഗ് ടു ദി അൾട്ടിമേറ്റ് പീരിയോഡിസിറ്റി. അപ്പം യൂഷ്വലി ഒരു ലാംഗ്വേജ് റെഗുലർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെങ്ത് സെറ്റും അൾട്ടിമേറ്റ്ലി പീരിയോഡിക് ആയിരിക്കും. നമ്മൾ പമ്പിംഗ് ലെമ്മ യൂസ് ചെയ്ത് എങ്ങനെ ലാംഗ്വേജസ് റെഗുലർ അല്ല എന്ന് പറയുന്നുവോ അങ്ങനെ തന്നെ ലെങ്ത് സെറ്റ് യൂസ് ചെയ്ത് അൾട്ടിമേറ്റ് പീരിയോഡിസിറ്റിയുടെ ബേസിസിൽ തന്നെ നമുക്ക് ഈ ഒരു ലാംഗ്വേജ് റെഗുലർ അല്ല എന്ന് പറയാൻ പറ്റും.